ജാതിയും മതവും വർഗീയതയും പറഞ്ഞു നടന്നാൽ ഹൈന്ദവർക്ക് അധോഗതിയാണ്. പറഞ്ഞതാരാണെന്നറിയാമോ? വെള്ളാപ്പള്ളി നടേശനാണ്. എന്താണ് വെള്ളാപ്പള്ളി നടേശന് പറ്റിയത് യഥാർത്ഥത്തിൽ? വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഒരു പത്മ അവാർഡൊക്കെ കിട്ടി ഭയങ്കര സന്തോഷമായി. എങ്കിൽ പോലും NSS-SNDP കൂട്ടുവെട്ടിയത് അദ്ദേഹത്തിന് ഓർക്കാപ്പുറത്തെ അടിയായിപ്പോയി. അദ്ദേഹം അത് പ്രതീക്ഷിച്ചത് പോലുമില്ല. ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞത് ഒരു ലേഖനമാണ് എഴുതിയിട്ടുള്ളത്. ലേഖനത്തിലുള്ള പരാമർശമാണ് രാഹുൽ പറഞ്ഞത്. അല്ല, പത്മ അവാർഡ് കിട്ടിയതിന് ശേഷം അദ്ദേഹം ഒരു മഹാത്മാവായി മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു പല വർഗീയ പരാമർശങ്ങൾ. അതെ, എനിക്ക് തോന്നുന്നു അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ടാവും, മര്യാദക്കിരുന്നില്ലെങ്കിൽ പരിപാടി തിരിച്ചു വൈകും, അതുകൊണ്ട് മിണ്ടാതിരിക്കണമെന്ന്. എന്തായാലും അദ്ദേഹം ഒരു മയപ്പെട്ട രീതിയിൽ രാഹുൽ പറഞ്ഞതുപോലെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നതനുസരിച്ച് ഈ NSS-SNDP കൂട്ടുകെട്ട് പൂർണ്ണമായും വിട്ടു എങ്കിൽ പോലും അത് തിരിച്ചു വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയുടെ ഒരു ലാഞ്ചന ലേഖനത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം അതുകൊണ്ടാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ജാതി പറഞ്ഞ് പോരടിച്ചാൽ ഹൈന്ദവർക്ക് അധോഗതി ആയിരിക്കും. ഇത് തന്നെയാണ് നമ്മൾ കുറെ കാലം മുൻപും പല കാലത്തും വർഗീയതയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഹൈന്ദവരുടെ ഇടയിൽ ഈ പറയുന്ന ജാതീയതയുടെ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം യൂണിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് വലിയ രീതിയിലുള്ള ജാതീയതയാണ്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഈ പറയുന്നത് പോലെ നിങ്ങൾ ജാതി പറഞ്ഞാണ് തമ്മിലടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഹിന്ദുക്കൾക്ക് അധോഗതിയാണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ളതാണ്. ഇനി ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ന്യൂനപക്ഷ വർഗീയത പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷത്തെ അവഗണിക്കുന്നു എന്നാണ്. ഇതൊക്കെ ആരാണ് പറഞ്ഞത്? അദ്ദേഹം തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഉന്നമനം, അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് രൂപീകരിച്ച കുറെ സംഘടനകളുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഇതിനെല്ലാം വർഗീയവൽക്കരിച്ചത് ഇയാളെ പോലുള്ള നേതാക്കൾ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം വന്നിരുന്നിട്ട് ഒരു ഖണ്ഡകാവ്യം എഴുതിയത് കൊണ്ട് അദ്ദേഹം വിശുദ്ധനാകുന്നില്ല എന്നല്ല. അപ്പം അദ്ദേഹത്തിന്റെ ഒരു 6 മാസം മുമ്പിട്ടുള്ള നിലപാടുകൾ ഓരോന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ, ആ പരാമർശത്തിൽ കേരളത്തിൽ എത്രത്തോളം ഒരു വർഗീയ വിഭജനത്തിനുള്ള അല്ലെങ്കിൽ വർഗീയ ആഹ്വാനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണ് എന്ന് പറയുന്ന രീതിയിലാണ്, മലപ്പുറത്തുള്ളവരെല്ലാം മുസ്ലിങ്ങളാണ്, അവിടെ ഹിന്ദുക്കൾക്കൊന്നും റോഡിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, ഹിന്ദുക്കളുടെ കാര്യം മലപ്പുറത്ത് അധോഗതി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനും കൂടെ കടന്നു വരുമ്പോൾ അതിൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്ക് വെച്ച് ട്രെൻഡിങ് ആയിരുന്നു. വേറെ സംസ്ഥാനങ്ങളിലെ ഓരോ ആളുകളുടെ ഇൻ്റർവ്യൂ, അതായത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട്, ഇവിടെ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഇതൊരു അജണ്ടയാണ്. കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടുതൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു അജണ്ടയാണ്. മലപ്പുറത്തേക്ക് കേരളത്തിലുള്ള മറ്റാർക്കും പ്രവേശനമില്ല, ഹിന്ദുക്കൾക്ക് കടന്നു കയറാൻ കഴിയില്ല. ആ മലപ്പുറത്ത് തന്നെയാണ് തിരുനാവായ മഹോത്സവം നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ എല്ലാവരും പറയുന്നത് മലപ്പുറം അങ്ങ് വർഗീയതയുടെ കോട്ടയാണ്, മുസ്ലിങ്ങളുടെ കോട്ടയാണ്. അവിടെ തന്നെയാണ് ഇത് നടത്തുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവിടെ വെള്ളം കൊടുക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളായിട്ടുള്ള, കടകൾ നടത്തുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ ഒരു മാസം മുമ്പോട്ടേ അവിടുത്തെ ആളുകളൊക്കെ വീടൊഴിഞ്ഞു പോയി. എന്തിനാ? വീടുകൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മലപ്പുറത്തെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർ ബിസിനസ് പരമായിട്ട് അത്യാവശ്യം വിദേശ രാജ്യങ്ങളിൽ പോയി കുറച്ച് കാശുണ്ടാക്കി വന്ന് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഇപ്പം മലപ്പുറത്ത് മുസ്ലിങ്ങൾ കൂടിപ്പോയി എന്ന് പറയുന്നത് കൊണ്ട് ഹിന്ദുക്കൾ കുറവാണ് എന്നൊന്നുള്ള നിലപാടൊന്നുമില്ല. അവിടെ ഹിന്ദുക്കളുണ്ട്. നമ്മുടെ സാധാരണ സംസ്ഥാനങ്ങൾ ഉള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ സാധാരണ ജില്ലകൾ ഉള്ളതുപോലെ തന്നെ അവിടെയും ഹിന്ദുക്കളുണ്ട്. അവർ നല്ല രീതിയിലാണ് അവിടെ ജീവിച്ചു പോകുന്നത്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെ ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. പക്ഷേ അത് തിരിച്ചടിയാവുന്നത് എപ്പോഴാണ്? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനുമായിട്ടുള്ള കൂട്ട്, പിണറായി വിജയന് വലിയ രീതിയിലുള്ള അടിപറ്റി എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു വേദി പങ്കിടുന്ന സമയത്ത് രണ്ടുപേരും ദൂരെ മാറിയിരുന്ന് ഇങ്ങനെ പരസ്പരം നോക്കുന്നൊരു ഫോട്ടോ ഒക്കെ പത്രമാധ്യമങ്ങളുണ്ട്, പിണറായി കലിപ്പിലാണ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ചില നിലപാടുകൾ എടുത്തതിന്റെ പേരിൽ പിണറായി വിജയൻ അത്രയും ആക്ഷേപം കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. പിണറായി വിജയൻ കൊണ്ടുപോകുന്നു, സ്വന്തം കാറിൽ തോളെ കൈയിട്ട് നടക്കുന്നു, അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇങ്ങനെ. അതേപോലെ തന്നെ പത്മ അവാർഡ് കിട്ടുമ്പോഴേക്കും, പത്മ അവാർഡ് നമുക്കറിയാം കേന്ദ്രം കൊടുക്കുന്ന അവാർഡാണ്. അപ്പോൾ കേന്ദ്രം ഒരു അവാർഡ് കൊടുക്കണമെങ്കിൽ കേന്ദ്രത്തിന് കൂടുതൽ താല്പര്യമുള്ള ആളുകളോടായിരിക്കും കൊടുക്കുന്നത്.
രാഷ്ട്രീയപരമായിട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ജാതി സംഘടനയുള്ള നേതാക്കന്മാർക്ക് കൊടുക്കുമ്പോഴുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നടന്മാർക്കും കായിക താരങ്ങൾക്കും ഒക്കെ കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് അവരുടെ കലയ്ക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് അതിൽ ചെറിയ രാഷ്ട്രീയം ഒക്കെ കലർത്തി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവാർഡ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു BJP ഏജന്റ് ആണ് എന്നുള്ള പരാമർശങ്ങൾ വരുന്നു. BJPയുടെ ഒരു എന്താണ് BJPക്ക് വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നൊരു BJPയിൽ നിന്നുകൊണ്ട് CPM-ന് വേണ്ടി പ്രവർത്തിക്കുകയും CPM-ന് വേണ്ടി പിണറായി വിജയന്റെ കൈ പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തെന്നുള്ള പരാമർശം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ന്യൂനപക്ഷ സംഘടനകൾ എന്ന പേരിൽ SNDP-യും NSS-ഉം കൈകോർക്കാൻ വീണ്ടും വെള്ളാപ്പള്ളി ആഗ്രഹിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങളാണോ അതോ ഈ പറഞ്ഞ പാർട്ടിയുടെ താല്പര്യങ്ങളാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹം ഇതിനു വേണ്ടി കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഹിന്ദു ഐക്യം കൃത്യമായി കൊണ്ടുപോകണമെങ്കിൽ NSS-ഉം SNDP-യും കൂടെ നിൽക്കണമെന്നാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം ഈ വർഗീയ പരാമർശങ്ങൾ പറയുന്നത് നിർത്തിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം 1-2 ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നാളെ ഒരു ദിവസം അദ്ദേഹം വീണ്ടും ഈ പരാമർശങ്ങൾ തുടരുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഭൂരിപക്ഷ ജനവിഭാഗം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് തുടരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ആക്രമിക്കപ്പെട്ടു, എന്നെ ആക്രമിച്ചത് എൻ്റെ സമുദായത്തിൽ തന്നെയുള്ള കുലംകുത്തികളാണ് എന്നൊക്കെയാണ്. അദ്ദേഹം എങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും വലിയ പ്രിവിലേജുകളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞ അയാൾ വാതുറന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ കൊണ്ടാണ് ഈ വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുള്ളത്. അല്ലാതെ വെറുതെ ഒരു ദിവസം വെള്ളാപ്പള്ളി വീടിന്റെ മുറ്റത്തിരുന്നപ്പോൾ ആൾക്കാർ വന്ന് വെറുതെ ഇപ്പൊ ഞാനോ രാഹുലോ അതിനെതിരെ സംസാരിച്ചതല്ല. അദ്ദേഹം നടത്തിയ വർഗീയ പരാമർശങ്ങൾ കേരളത്തിന്റെ ഒരു സംസ്കാരത്തിന് യോജിക്കുന്നതായിരുന്നില്ല. കേരളത്തിലെ നമ്മുടെ മലയാളികൾക്ക് ഒട്ടും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുമെന്നത് മറ്റൊരു കാര്യമാണ്. തീർച്ചയായും. അപ്പൊ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെ വെള്ളാപ്പള്ളിക്ക് കിട്ടിയെന്ന് മലയാളി ഒരേ സ്വരത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു വസ്തുതയുണ്ട്, അതിലൊരു കഴമ്പുണ്ട്. അത് വരുത്തി തീർത്തത് ആ ഗതിയിലേക്ക് തന്നെ എത്തിച്ച അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരുടെ തലയിൽ ഇത് പഴിചാരുന്നത് കൊണ്ട് കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ NSS SNDP ഐക്യം കുറച്ച് നാളുകൾ മാത്രം നിലനിന്നുകൊണ്ട് പൊട്ടിപ്പോയത് അദ്ദേഹത്തിന്റെ കയ്യിലെ പ്രശ്നമായിരുന്നു. അത് ഇനിയും തുടരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ വിചാരിക്കണം. ഈ പറഞ്ഞതുപോലെ കൃത്യമായ ചർച്ചകൾ നടക്കുകയും ഈ പറഞ്ഞ പോലെ ഇനിയൊരു വർഗീയ പരാമർശം നടത്തുകയില്ല എന്നുള്ള ഉറപ്പ് എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ SNDP NSS കൂട്ടുകെട്ട് ഇനിയും വരുമായിരിക്കാം.